തീർച്ചയായും സഭ പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നവകേരള യാത്രയ്ക്ക് ശേഷം നടക്കുന്ന സഭാ സമ്മേളനമാണ്. അപ്പോൾ അടികൊണ്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്ന പ്രതിപക്ഷമാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇന്നുപോലും സംഘർഷമുണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അടക്കം സഭയിൽ ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയെ സർക്കാർ വലിയ ശക്തമായ തോതിൽ അത് ഉന്നയിക്കും. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും അതുണ്ടാകും. അതിനെ അനുകൂലിക്കുമ്പോഴും ഇവിടത്തെ ധൂർത്ത് എന്നുള്ള വിഷയം പ്രധാനമായും അത് പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തന്നെ വി ഡി സതീശൻ പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. ആ ധൂർത്ത് ഇപ്പോൾ കേരളീയത്തിൻ്റെ കണക്കൊന്നും തന്നിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ എവിടെയെന്നുള്ള ചോദ്യം ഉയരും. ഈ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ നീങ്ങിയില്ല എന്നുള്ള ചോദ്യം ഭരണപക്ഷം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തുതീർപ്പായല്ലോ എന്നൊരു വാദം കൂടി പറയും. അതിനുള്ള സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ 20 ലക്ഷം പറയും. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ അറ്റവും സെറിമണിക്ക് കൊടുക്കേണ്ടതാണ്. അത് ഗവർണറെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യമായിരിക്കാം. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമുണ്ട്. അപ്പോൾ 20 ലക്ഷം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പറയാണ്ടാവോ ചോദിച്ച് അത്രയും പണം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, മുൻപും പല ഘട്ടങ്ങളിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു അറ്റ് ഹോം സർവീസാണ് രാജ്ഭവൻ നടത്തുന്നത്. അതൊരു ഒരു 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 നാഷണൽ വിഷയമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നൊരു പരിപാടിക്ക് സർക്കാരിന് ബാധ്യതയുണ്ട് അത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതിനൊരു വേണമെങ്കിൽ അത്ര നമുക്ക് 20 ലക്ഷത്തിൻ്റെ പൈസ ഇല്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ആ പരിപാടി നടക്കുന്നത്. ഗവർണറെ ഈ 20 ലക്ഷം രൂപ കൊടുത്ത് പ്രീതിപ്പെടുത്താമെന്ന് സർക്കാർ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ഫൈറ്റ് അല്ലല്ലോ ആ നടക്കുന്നത്. എന്തായാലും പക്ഷെ ആ വിഷയം ഉന്നയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒത്തുതീർപ്പായി എന്നുള്ള ഇപ്പം ഈ പറഞ്ഞ മാതിരി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനോടും ഗവർണർക്ക് ഒരു എതിരഭിപ്രായമില്ലാതെ വായിച്ചു പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യമായിട്ട് തന്നെയാണ് അവർ ഉന്നയിക്കാൻ പോകുന്നത്. സഭ പ്രക്ഷുബ്ധമാകും. അകത്തും പുറത്തും ഇനി സമര പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അതിശക്തമായി വരുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇനിയിപ്പോൾ ഗവർണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വിഷയമില്ല. കാരണം നയപ്രഖ്യാപന പ്രസംഗം വായിക്കില്ല എങ്കിലും സംബന്ധിച്ചിടത്തോളം നയപ്രഖ്യാപനം ഒന്നാമത്തെ കാര്യം, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊന്നും ഒരു പ്രസക്തിയില്ലെന്നേ. എന്താണ് ബജറ്റ് വരാൻ പോകുമ്പോൾ പിന്നെ എന്ത് നയപ്രഖ്യാപന പ്രസംഗം? ഒരു സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ കസ്റ്റമറി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ മാത്രം നയപ്രഖ്യാപന പ്രസംഗം കണ്ടാൽ മതി. ഗവർണർ അത് വായിക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സുപ്രീം കോടതിയിൽ അത് കുറച്ചുകൂടി ശക്തമായി ആ കേസ് ഉന്നയിക്കാൻ കേരളത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നുണ്ട്. നോക്കൂ, ഞാനൊരു പ്രഡിക്ഷൻ നടത്താം. ഇത്തവണ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ ആ അടിയന്തര പ്രമേയം അനുവദിക്കും. എക്സാലോജിക്ക് പിന്നെ ഉന്നയിച്ചാൽ എക്സാലോജിക്ക് അടിയന്തര പ്രമേയം അനുവദിക്കും. കാരണം ഈ സഭാ സമ്മേളനം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാവേദിയാക്കി മാറ്റും. കാരണം ഈ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ, പ്രതിപക്ഷത്തിൻ്റെ ഒരു നെറേറ്റീവ് ആയിക്കോട്ടെ, അതാണ് മുഴച്ചു നിൽക്കുന്നത്. വരുന്നില്ലല്ലോ, മറുവാദം വരുന്നില്ല എന്ന് വെച്ചാൽ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രിക്ക് എക്സ്ക്ലൂസീവായിട്ടൊരു സ്റ്റേജ് കിട്ടുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആധികാരികമായി പറയാൻ വേണ്ടി. എന്തായാലും അവർക്ക് അവരുടേതായിട്ടുള്ള മറുപടി ഉണ്ടാവുമല്ലോ. ആ മറുപടി അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അടിയന്തര പ്രമേയം വന്നാൽ അത് അനുവദിക്കുമെന്നും ക്യാമറ തുറന്നു കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയിലൊരു നല്ല സംവാദ പ്ലാറ്റ്ഫോമായി മാറുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് അത് രണ്ട് മുന്നണികൾക്കും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. ശരി, സഭ പ്രക്ഷുബ്ധമാകുമോ എന്ന ചോദ്യത്തിന് പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ്. Meet the editors.